നൗഷേറ എന്ന സ്ഥലത്ത് CMI മിഷന്റെ ഭാഗമായ ക്രൈസ്റ്റ് സ്കൂൾ തലയുയർത്തി നിൽക്കുന്നു. നൗഷേറ എന്ന സ്ഥലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ കാരണമായ ക്രൈസ്റ്റ് സ്കൂൾ ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്കൂളായി മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ നൗഷേറയിലെ ജനങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ലായിരുന്ന കാലത്ത് CMIയിൽ പ്രവർത്തിച്ചിരുന്ന ബ്രദർ ഡീക്കൻ മുകുളേൽ ഈ സ്ഥലം കണ്ടെത്തുകയായിരുന്നു. भारत की भाषाएं सब मिलकर गाएं भारत की गाथाएं, विश्व में फैले इसके गान, वसुधैव कुटुंबकम इसकी शान, हिंदी ही अपनाएं हम, भारत का भाल उठाएं हम, हिंदी भारत माँ की बिंदी, हिंदी भारत माँ की बिंदी, भारत माँ की बिंदी। गुड मॉर्निंग टू ऑल ऑफ यू। आप सब कैसे हो? आवाज नहीं आ रही? ओके गुड। सो टुडे वी आर सेलिब्रेटिंग हिंदी दिवस। सो व्हाट इज द स्पेशलिटी ऑफ हिंदी दिवस? ആയിരത്തി 1986 നമ്മുടെ ഈ ജമ്മു കാശ്മീർ രൂപത ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. 1986 സെപ്റ്റംബർ 8 അന്നു മുതൽ നമ്മൾ CMI അച്ഛന്മാരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ ഉദ്ഘാടന ദിവസം തന്നെ നമ്മൾ കോഴിക്കോട് പ്രൊവിൻസിൽ നിന്ന് ഫാദർ മാത്യു വടക്കനച്ചൻ ഇവിടെ എത്തി. അന്നത്തെ ബിഷപ്പ് ഹിപ്പുൾട്ടിസ് പിതാവിൻ്റെ വളരെ പ്രത്യേകമായ ഒരു താല്പര്യമായിരുന്നു CMI വൈദികർ ഈ മിഷനിൽ സേവനം ചെയ്യണമെന്ന്. പക്ഷെ നമുക്കന്ന് കോഴിക്കോട് പ്രൊവിൻസിലെ വൈദികർ കുറവാണ്. ഈ ജമ്മു കാശ്മീർ ഏരിയ കോഴിക്കോട് പ്രൊവിൻസിനെയാണ് അന്ന് നമ്മുടെ സഭ ഏൽപ്പിച്ചിരുന്നത്. പക്ഷേ നമുക്കൊരു മിഷൻ തുടങ്ങാനുള്ള വൈദികരില്ലായിരുന്നത് കാരണം നമ്മളത് ആരംഭിച്ചിരുന്നില്ല. പക്ഷേ ഹിപ്പുൾട്ടിസ് പിതാവിൻ്റെ പ്രത്യേക ഒരു താല്പര്യം കൊണ്ട് നമ്മൾ ഈ രൂപത ഉദ്ഘാടനം ചെയ്ത ആ ദിവസം തന്നെ ഫാദർ മാത്യു വടക്കനച്ചനെയും അദ്ദേഹത്തിൻ്റെ കൂടെ റീജൻ്റായിട്ട് ഒരു ബ്രദറിനെ ഇവിടേക്ക് അയച്ചു. അദ്ദേഹം കാശ്മീർ ബാരമുള്ള സെൻറ്റ് ജോസഫ് സ്കൂള് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അത് വാസ്തവത്തിൽ അന്ന് അവിടെ വർക്ക് ചെയ്തിരുന്ന കപ്പൂച്ചിൻ അച്ഛന്മാർ തിരിച്ചു പോകുന്നൊരു സാഹചര്യമായി. പെട്ടെന്ന് മറ്റാരെ ഏൽപ്പിക്കാനില്ലായിരുന്നത് കൊണ്ടാണ് ഹിപ്പുൾട്ടിസ് പിതാവ് CMI വൈദികരെ ആ സ്ഥാപനം ഏൽപ്പിച്ചത്. പക്ഷേ അവിടെ വന്ന് നമ്മൾ 1 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് വലിയൊരു സ്ഥാപനമാണ്. നമുക്ക് 2-3 അച്ഛന്മാർ ടീമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കവിടെ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മളത് ബുദ്ധിമുട്ടാണെന്ന് പിതാവിനെ അറിയിക്കുകയും പിതാവ് അത് പകരം ജസ്യൂട്ട് വൈദികരെ ആ സ്ഥാപനം ഏൽപ്പിച്ചിട്ട് നമ്മളോട് വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ ഈ രൂപതയിൽ തന്നെ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ അടുത്ത വർഷം, അത് 1987 നമ്മൾ അക്നൂർ, അതൊരു ചെറിയ ഒരു സ്കൂളെന്ന് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഫാദർ ജോസഫ് ഐപ്പറമ്പിൽ, അദ്ദേഹം ഇപ്പോൾ സുന്ദർബനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ അവിടേക്ക് അയച്ചു. കൂടെ ഇതുപോലെ തന്നെ റീജൻസിക്ക് ഒരു ബ്രദറിനെയും കൂടെ അയച്ചു. അങ്ങനെ നമ്മൾ 86, 87, 88 ആ 3 വർഷം പിതാവിൻ്റെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്തു. അതിനുശേഷം പിതാവ് മുന്നോട്ടൊരു കാര്യം നമ്മളോട് ഒരു സജഷൻ വെച്ചു. അതായത് നമ്മൾ തന്നെ ഏതെങ്കിലും ഒരു റീജിയൻ പ്രത്യേകമായിട്ട് ഏറ്റെടുത്ത് വളർത്തിയെടുക്കുക. അങ്ങനെ നമ്മളോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ജമ്മു റീജിയനിലെ 2 ജില്ല, അതായത് പൂഞ്ച്, രജോരി ജില്ലകൾ നമ്മൾ ഒരു മിഷനേരിയായിട്ട് നമ്മൾ ഏറ്റെടുക്കുകയും പൂഞ്ചിലെന്നൊരു ചെറിയൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ജസ്യൂട്ട് പ്രീസ്റ്റാണ് നടത്തി, ഫാദർ ജോർജ് കാരക്കുന്നേൽ. അദ്ദേഹം
അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്ന സമയത്താണ് ഈ പൂഞ്ച് ഇടവകയും അതിനോട് ചേർന്ന ഒരു ചെറിയൊരു പള്ളി ഉണ്ടായിരുന്നു, അതുപോലെ ഒരു കോൺവെൻറ്റും ഉണ്ടായിരുന്നു. പ്രസിഡന്റ് സിസ്റ്റേഴ്സാണ് നടത്തിയിരുന്നത്. അത് നമ്മളെ CMIക്കാരെ ഏൽപ്പിച്ചു. അങ്ങനെ 1989 നമ്മൾ CMI മിഷൻ പ്രോപ്പറായിട്ട് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത്. 1989 മാർച്ച് 19 നമ്മൾ ഔദ്യോഗികമായിട്ട് ആ മിഷൻ അവിടെ ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു വർഷം വർക്ക് ചെയ്തതിന് ശേഷം 1991 അന്നവിടെ ആദ്യമായിട്ട് പൂഞ്ചിലേക്ക് എത്തിയത് ഫാദർ ജോസഫ് പൈകട. അദ്ദേഹം 2 വർഷം മുമ്പ് മരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ 2 വൈദികരും കൂടെ ഉണ്ടായിരുന്നു. അത് ജേക്കബ് കീക്കിരിക്കാട്ട്, കൂടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ഡീക്കൻ. നമുക്ക് ബ്രദർഹുഡും ഉണ്ടല്ലോ, ഡീക്കൻ ബ്രദർ മുകളെ. അപ്പം 91 ഈ ബ്രദർ ഡീക്കൻ മുകളയിൽ ഇവിടെ ഈ നൗഷര എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ എത്തി ഈ സ്ഥലം മേടിക്കുകയാണ്. ഒരു ചെറിയൊരു പ്ലോട്ട്, അതായത് ഒരു 6 കനാൽ സ്ഥലം, 1 ഏക്കർ തികയില്ല. അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ. ശരിക്കും പറഞ്ഞാൽ 1991 നമ്മൾ ഈ സ്ഥലം മേടിക്കുന്നു. പിന്നീട് നമ്മൾ ഒരു വർഷം ഇവിടെ ആദ്യം ഒരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ കൺവേർഷന് വരുന്നതാണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇവിടെ ഒറ്റ ക്രിസ്ത്യാനികൾ പോലും ഇല്ലാത്തൊരു ഏരിയയാണ്. അതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം ചെറിയൊരു എതിർപ്പൊക്കെ ഉണ്ടായി. പക്ഷേ അത് ഏകദേശം ഒരു വർഷം കൊണ്ട് ആ എതിർപ്പൊക്കെ മാറി. അങ്ങനെ നമ്മൾ 93 ഏപ്രിൽ മാസത്തിൽ ഇവിടെ ഈ സ്കൂളിന് ആരംഭം കുറിക്കുകയാണ്. ആരംഭത്തിൽ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ സണ്ണി കണ്ണംകുളമായിരുന്നു. അദ്ദേഹം ഓർഡിനേഷൻ കഴിഞ്ഞിട്ട് ഉടനെ അദ്ദേഹത്തെ ആദ്യത്തെ അപ്പോയിൻമെൻ്റാണ് 1993 നമ്മൾ ഈ സ്കൂൾ ആരംഭിക്കുന്നു. അത് കഴിഞ്ഞ് ബ്രദർ ഡീക്കൻ ഇവിടെ ഈ സ്ഥലം മേടിച്ച് ഈ സ്ഥാപനം തുടക്കമിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചുപോയി. അതോടുകൂടെ ഫാദർ ജോസഫ് ഉപ്പുമാക്കൽ എന്ന് പറയുന്നൊരു വൈദികരും കൂടെ ഇവിടേക്ക് വന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ലെമ്പേടി എന്ന് പറയുന്ന സ്ഥലം, ഇവിടെ നിന്നൊരു 15 കിലോമീറ്റർ ദൂരെ ലെമ്പേടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവിടെ പോയി അദ്ദേഹം അവിടെ ഒരു സ്ഥലം മേടിച്ചു. ഫാദർ സണ്ണി കണ്ണംകുളം ഈ സ്കൂള് സ്റ്റാർട്ട് ചെയ്തു, അത് തുടങ്ങി. അതോടൊപ്പം തന്നെ CMC സിസ്റ്റേഴ്സും ഇവിടെ എത്തി. നമ്മൾ പൂഞ്ചിൽ ആരംഭിക്കുമ്പോൾ CMC സിസ്റ്റേഴ്സ്, അതായത് തലശ്ശേരി പ്രൊവിൻസിൽപ്പെട്ട CMC സിസ്റ്റേഴ്സ് ആയിരുന്നു നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയത്. അവരിൽ നിന്ന് 2 സിസ്റ്റേഴ്സും കൂടെ ഇവിടെ വന്നു. അങ്ങനെ 93 സണ്ണി കണ്ണംകുളവച്ചനും CMC സിസ്റ്റേഴ്സും കൂടെയാണ് ഈ സ്ഥാപനം ആരംഭിക്കുന്നത്. പിന്നെ 94 ഞാനിവിടെ എത്തി. എൻ്റെ ഓർഡിനേഷൻ കഴിഞ്ഞ് അത് ഫാദർ ജോസ് ഇടപ്പാടിയിൽ ഞാൻ 94 ഇവിടെ സണ്ണേച്ചനെ സഹായിക്കാൻ വേണ്ടി ഇവിടേക്ക് വരികയാണ്. പക്ഷേ സണ്ണേച്ചൻ കഴിഞ്ഞ് 95 നാട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നെ 95, 96 2 വർഷം ഞാനായിരുന്നു ഈ സ്ഥാപനം തുടക്കത്തിൽ നടത്തിയിരുന്നത്. അപ്പം നമ്മൾ LKG മുതൽ ആരംഭിക്കുന്ന LKG, UKG 1, 2. പക്ഷേ ഞാൻ ഓർഡിനേഷൻ കഴിഞ്ഞ് തിരിച്ച് ഉടനെ വന്ന് എനിക്ക് ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, നേരിട്ട് കേരളത്തിൽ നിന്ന് വരുന്നതല്ലേ. അപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് BEd ചെയ്തിട്ട് വരാൻ പറഞ്ഞ് എന്നെ നാട്ടിലേക്ക് വിളിച്ചു. അതിനുശേഷം ഇവിടെ 10 വർഷം സേവനം ചെയ്തത് ആദ്യം അക്നൂർ വന്നു എന്ന് പറയുന്ന ഫാദർ ജോസഫ് പൈപ്പം പറമ്പിലച്ചൻ, അദ്ദേഹം ഇവിടേക്ക് വന്നു. അന്ന് നമുക്ക് ജമ്മുവിൽ നമ്മളൊരു ട്രാൻസിറ്റ് സെൻറ്റർ ആരംഭിച്ചു ത്രികുട നഗറിൽ. അപ്പോൾ അവിടെയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ നമ്മൾ ആസ്പിരൻസ് പരിശീലിപ്പിക്കാൻ പറ്റും, അതായത് ഈ മിഷനിലേക്ക് താല്പര്യമുള്ള കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ജമ്മുവിൽ ഒരു സെൻറ്റർ തുടങ്ങിയിരുന്നു. അദ്ദേഹം അതിൻ്റെ റെക്ടറായിട്ട് വർക്ക് ചെയ്തായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഞാനിവിടുന്ന് കേരളത്തിലേക്ക് ട്രെയിനിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ വന്ന് ഈ സ്ഥാപനം ഏറ്റെടുത്തു. 96 ഏപ്രിൽ മുതൽ അദ്ദേഹമാണ് പിന്നെ ഇവിടെ ഈ സ്ഥാപനം ഏകദേശം 10 വർഷത്തോളം അദ്ദേഹം ഇവിടെ ജോലി ചെയ്തു. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ ആദ്യത്തെ 10 വർഷം, അതായത് ആദ്യത്തെ 2-3 വർഷങ്ങൾ ഒഴിച്ചാൽ പിന്നീടുള്ള 10 വർഷങ്ങൾ അദ്ദേഹമാണ് ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്തത്. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചിവിടേക്കല്ല വന്നത്, ഞാൻ ജമ്മുവിലുള്ള നമ്മുടെ ട്രാൻസിറ്റ് ഹൗസിലേക്കായിരുന്നു വന്നത്. പിന്നീട് ഒരു 3 വർഷം കഴിഞ്ഞപ്പം കേരളത്തിൽ നമുക്ക് വൈദികരുടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ ആളില്ലായിരുന്നു. കാരണം ഞാൻ ഫിസിക്സ് ട്രെയിൻഡ് ആയാണ് എന്നെ കേരളത്തിലേക്ക് തിരിച്ചു വിളിച്ചു. പിന്നീട് ഞാൻ ഇവിടെ വരുന്നത് അവിടെ നിന്ന് റിട്ടയർഡായതിൻ്റെ ശേഷം, സ്കൂളിൽ നിന്ന് റിട്ടയർഡായതിൻ്റെ ശേഷം 2 വർഷം മുമ്പാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് മിഷനിലേക്ക് ഇവിടെ ഫാദർ സുജിത് വരിക്കമാക്കലാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പൾ. അദ്ദേഹം തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം ഇവിടെ എത്തിയത്. അപ്പോൾ ഈ കഴിഞ്ഞ നമ്മൾ സ്ഥാപനം ആരംഭിക്കുന്നത് 1993 2022 കഴിഞ്ഞു. അടുത്ത 2021 30 വർഷം പൂർത്തിയാവും ഈ സ്കൂള് ആരംഭിച്ചിട്ട്. അതിനിടയിൽ ഉള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം വളരെ ഒരു അത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു സിറ്റിയൊന്നുമല്ല, വളരെ സാവകാശം വളരുന്ന ഒരു സിറ്റിയാണ്. പക്ഷേ നമ്മൾ ഈ സ്കൂൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ചുറ്റുപാടുമുള്ള ബിൽഡിങ്ങുകളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ സ്കൂളാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൗഷരയുടെ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറയും. ഇവിടെ സ്കൂളുകൾക്ക് കുറവൊന്നുമില്ല, ഗവൺമെൻറ് സ്കൂളുകളുണ്ട്, പ്രൈവറ്റ് സ്കൂളുകളുണ്ട്, എല്ലാം ഉണ്ട്.
പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ ആ രീതി മെത്തേഡ് ഒക്കെ എന്താണെന്ന് ഇവിടെയുള്ള ആളുകൾ തന്നെ മനസ്സിലാക്കിയത് നമ്മുടെ ഈ സ്കൂൾ വന്നതിൻ്റെ ശേഷം. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പോൾ നമുക്കിവിടെ ഈ സ്ഥലം കുറവാണ്, നമുക്കെല്ലാം കൂടെ 1 ഏക്കർ സ്ഥലമേ ഇവിടെയുള്ളൂ. കാരണം സ്ഥലം കിട്ടാൻ വലിയ വിഷമമാണ്. ചുറ്റുപാടുമുള്ള സ്ഥലമൊക്കെ ആദ്യകാലത്ത് നമുക്ക് മേടിക്കാൻ സാഹചര്യമില്ലായിരുന്നു, മേടിച്ചില്ല. ഇപ്പോൾ നമുക്ക് സ്ഥലം കിട്ടാനുമില്ല. അതിൻ്റേതായൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്കിവിടെ ഇഷ്ടം പോലെ കുട്ടികളെ കിട്ടും. ഇവിടെ നമുക്ക് 120 കുട്ടികളെയാണ് നമ്മൾ എല്ലാ വർഷവും LKGയിലേക്ക് എടുക്കുന്നത്. പക്ഷേ നമുക്കൊരു 500-600 മുകളിൽ അഡ്മിഷൻ എല്ലാ വർഷവും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കുട്ടികളെയും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പരമാവധി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മാക്സിമം കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നുണ്ട്. ഒരു ഇത് പറഞ്ഞാൽ നമ്മുടെ ജമ്മു കാശ്മീർ നമ്മുടെ CMI സ്ഥാപനങ്ങൾ 5 സ്കൂളുണ്ട്. നമുക്ക് ഒരു മോഡൽ സ്കൂളുകളായിട്ടാണ് ഇവിടെയുള്ള ജമ്മു കാശ്മീർ ആളുകൾ തന്നെ നമ്മുടെ സ്കൂളിനെ കാണുന്നത്. എങ്ങനെയാണ് സ്കൂൾ നടത്തുന്നതെന്ന് ഇവിടെയുള്ള ഇപ്പം പുതിയ സ്കൂളുകളൊക്കെ വന്നിട്ടുണ്ട്. വാസ്തവം പറഞ്ഞാൽ അതിന് ശേഷം നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഡൽഹി പബ്ലിക് സ്കൂള് മറ്റ് പല സ്കൂളുകളും ഇവിടെ ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മളിവിടെ ഒരു എഡ്യൂക്കേഷൻ കൾച്ചറിന്, പുതിയൊരു വിദ്യാഭ്യാസ സംസ്കാരത്തിന് തുടക്കം കുറിച്ചത് നമ്മൾ CMIക്കാരാണ് എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ 2 ജില്ലകളിൽ, പൂഞ്ച്, രജൗരി ജില്ലകളിൽ, ഈ 2 ജില്ലകളിലായിട്ടാണ് നമുക്ക് ഈ 5 സ്കൂളുകളുള്ളത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് ഇപ്പോൾ ഇന്ന് അസംബ്ലി നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ച് കാണും. ഫാദർ സുജിത്ത് വരിക്കമാക്കൽ, അദ്ദേഹം വളരെ ചെറുപ്പമാണ്. 2014 അദ്ദേഹം ഓർഡിനേഷൻ. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. അദ്ദേഹം ഒത്തിരി ഇന്നോവേറ്റീവ് ഐഡിയയുള്ള വളരെ നന്നായിട്ട് ഈ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്ന അച്ഛനാണ് ഫാദർ സുജിത്ത് വരിക്കമാക്കൽ. അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് ഈ സ്ഥാപനത്തെ വളരെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ട്. കരാട്ടെ, ഡാൻസ്, അതുപോലെ നമ്മുടെ കുട്ടികളെല്ലാം ഒത്തിരി പുറത്ത് പോയി ഒത്തിരി സമ്മാനം കൊണ്ടിരുന്നത് മാത്രമല്ല, നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികൾ ഇന്നിപ്പം ഒരു ഒത്തിരി പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടെന്ന് പറയാം. നമ്മുടെ ഈ CMI സ്കൂളുകൾ തുടങ്ങിയ പിന്നെയാണ് വാസ്തവം പറഞ്ഞാൽ ഇവിടെ ഈ ജമ്മു കാശ്മീർ കുട്ടികൾ പഠിച്ച് പുറത്തേക്ക് പോയി തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ കാശ്മീർ വിട്ട് അവർ പോകുന്ന ഒരു കൾച്ചർ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തൊരു എക്സ്പോഷറാണ് ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഈ ജമ്മു കാശ്മീർ നമ്മുടെ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ധാരാളം നമ്മുടെ തന്നെ സ്റ്റുഡൻസ് ഇപ്പോൾ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ ഇന്ത്യക്ക് പുറത്തും ധാരാളം ജോലി ചെയ്യുന്നുണ്ട്. നല്ല നിലയിൽ അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജമ്മു കാശ്മീർ KS ഫീൽഡിലെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സൊക്കെ ഒരു നല്ല ശതമാനം കുട്ടികൾ നമ്മുടെ ഈ ക്രിസ്ത്യൻ സ്കൂളുകളിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികളാണ്. പ്രത്യേകിച്ച് ഈ ഏരിയയിലുള്ള നമ്മുടെ CMI സ്കൂളിൽ നിന്ന് പഠിച്ച കുട്ടികളാണ്. Past continuous change into past perfect continuous. And what is the important verb here? Set to be changed into going. Then how do we remove this inverted comma? പിന്നീട് ഞങ്ങൾ പോയത് ഫാദർ ജോസ് ഇടപ്പാടിയിൽ പറഞ്ഞ ലെമ്പേരിയിലുള്ള സ്കൂളിലേക്കാണ്. നൌഷേരയോട് ചേർന്ന് അധികം ദൂരെയല്ലാത്ത സ്ഥലം തീർത്തും ഗ്രാമപ്രദേശങ്ങളാണ്. വലിയ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ക്രൈസ്റ്റ് സ്കൂൾ ലംബേരിയിൽ എത്തി. പട്ടണങ്ങളിൽ മാത്രമല്ല
വില്ലേജുകളിലും വിദ്യാഭ്യാസം എത്തിക്കാൻ CMI നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ് ലംബേരിയിലുള്ള ഈ സ്കൂൾ. ഇത് ലംബേഡി എന്നൊരു വില്ലേജ്, ജമ്മു കാശ്മീരിലെ ഒരു വില്ലേജാണ്. അവിടെയുള്ള ഒരു ക്രൈസ്റ്റ് ഹൈസ്കൂളാണ്. CMI സഭയുടെ സെൻറ്റ് തോമസ് പ്രൊവിൻസിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളാണിത്. ഇതൊരു വില്ലേജ് സ്കൂളാണ്. ഏകദേശം ഒരു 28 വർഷങ്ങൾ കഴിഞ്ഞ ഒരു സ്കൂളാണിത്. ഇതൊരു വില്ലേജ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കൂളാണ്. ഇവിടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഇവിടെ കൂടുതലും പഠിക്കുന്നത്. ഏകദേശം 650ഓളം കുട്ടികളുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വർക്ക് ചെയ്തു പോയിട്ടുള്ള ഒരുപാട് അച്ഛന്മാരുടെയൊക്കെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലുള്ളൊരു വില്ലേജിൽ നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു സ്കൂൾ സെറ്റപ്പ് ചെയ്യാനും ഇപ്പോൾ ഏകദേശം ഒരു 650 കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കുനാൽ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ്. വളരെ ഡീപ്പ് ഫെയ്ത്ത് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ക്രൈസ്റ്റ് ഹൈസ്കൂൾ ലംബേഡിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹവും വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. मेरा नाम कुणाल है। मैं क्राइस्ट स्कूल लंबेड़ी में पिछले लास्ट 1 ईयर से एज ए हेड क्लर्क काम कर रहा हूँ। मैं जम्मू सिटी से बिलोंग करता हूँ। मैंने अपनी स्कूल एजुकेशन जम्मू सेंट पीटर्स BC रोड से किया है और कॉलेज मैं चंडीगढ़ इंजीनियरिंग किया है मैंने। मैं जम्मू से बिलोंग करता हूँ। मेरे पापा एक ऑटो ड्राइवर हैं। हम फैमिली में सभी कैथलिक हर संडे चर्च जाते हैं। पिछले काफ़ी ईयर से मैं तो चंडीगढ़ में था। उसके बाद जब भी मैं जम्मू में आता हूँ, मैं यहाँ पे हमारे सेमिनार वगैरह होते हैं, यूथ सेमिनार, जीसस यूथ में मैंने काफ़ी पार्टिसिपेट किया है। मैंने 2013 में जीसस यूथ नेशनल कन्वेंशन जलंधर में अटेंड किया है। वहाँ पे काफ़ी कुछ सीखने को मिला। डेली बाइबल स्टडी करता हूँ मैं बीच में। संडे रेगुलर मास अटेंड करता हूँ मैं यहाँ पे फादर्स के साथ हमारे क्राइस्ट स्कूल लंबेड़ी में। और भी काफ़ी यूथ ജീസസ് യൂത്ത് ആക്ടിവിറ്റീസ് में मैंने पार्टिसिपेट किया है। ക്രൈസ്തവ ഫാമിലി ഒന്നുപോലുമില്ലാത്ത ഈ മേഖലയിൽ സ്കൂളുകൾ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർപ്പുകളെല്ലാം ദൈവത്തിൽ സമർപ്പിച്ച് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്ന ദൗത്യത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു. CMIയുടെ എല്ലാ സ്കൂളുകളും ക്രൈസ്റ്റ് സ്കൂൾ എന്ന ഒറ്റ പേരിലാണ് അറിയപ്പെടുന്നത്. ക്രൈസ്റ്റ് സ്കൂളിലെ സ്റ്റുഡൻ്റാണ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തുകാർക്ക് അഭിമാനമായി മാറിയിരിക്കുകയാണ്. ക്രൈസ്റ്റ് ആരാണ് എന്ന് ഒരിക്കലെങ്കിലും സ്റ്റുഡൻസ് അന്വേഷിക്കുമെന്ന് ഉറപ്പാണ്. അതുവഴി അവർ ക്രിസ്തുവിനെ അറിയുമെന്ന ദീർഘവീക്ഷണമാണ് CMI ഈ പേരിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. मैं मक्खन सिंह क्राइस्ट हाई स्कूल लंबेरी से बात कर रहा हूँ। मैं एज ए ग्रंथी एज ए प्रीस्ट भी गुरुद्वारा साहब डंडेसर में हूँ और मुझे तो लगभग कम से कम भी 13 साल हो गए क्राइस्ट हाई स्कूल लंबेरी में काम करते एज ए ऑफिस में क्लरिकल का काम करते हुए। बहुत अच्छा लगा मुझे 13 साल काम करते हुए। बहुत अच्छा कॉपरेट करते हैं मुझे इधर फादर, सभी लोग बहुत फादर के साथ मैंने काम किया है। बहुत अच्छा लगा मुझे इधर। और इनका जो फेवरेट फेस्टिवल है वो क्रिसमस बड़े अच्छे ढंग से इधर सभी हम मिलजुल के स्टाफ बच्चे सभी अच्छे ढंग से मिल के बनाते हैं। और इस तरह क्रिसमस वाले दिन सभी एक दूसरे को एक गिफ्ट, फादर लोग हमें सभी टीचर्स को गिफ्ट देते हैं। बच्चों को केक वगैरह मिठाइयाँ वगैरह बांट के अच्छे ढंग से कल्चरल प्रोग्राम भी करवाते हैं और बहुत अच्छा लगता है हमें। थैंक्स। ലംബേരിയിൽ നിന്നും നൗഷേരയിലേക്ക് തിരിച്ചുള്ള യാത്രയിലാണ് ഒരു വലിയ ഇരുമ്പുപാലം ശ്രദ്ധിച്ചത്. ആർമി ബിൽഡ് ചെയ്ത ഒരു വലിയ ഇരുമ്പുപാലം. ഈ നദി ഒഴുകുന്നത് പാകിസ്ഥാനിലേക്കാണ്. ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന വരുമാന മാർഗം കൃഷി തന്നെയാണ്. ഗോതമ്പ്, നെല്ല്, ചോളം എന്നിങ്ങനെ 3 കൃഷിയാണ് ഒരു വർഷം ഇവർ ചെയ്യുന്നത്. കന്നുകാലികളും ഇവരുടെ വരുമാന മാർഗമാണ്.
നൗഷേരയിൽ ഇത്രയും വലിയ സിറ്റിയിൽ ഒരു ക്രിസ്ത്യൻ ഫാമിലി താമസിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അത്ഭുതമായി. അവരെ പരിചയപ്പെടണം, സംസാരിക്കണം എന്ന ആഗ്രഹം ഞങ്ങൾ ജോസച്ചനെ അറിയിച്ചപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകാമെന്ന് അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട് ലക്ഷ്യമാക്കി യാത്രയായി. ഏകദേശം കേരളത്തിൻ്റെ പകുതിയോളം വലിപ്പമുള്ള ഒരു പ്രദേശത്ത് ആകെ ഒരു ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറയുമ്പോഴാണ് ഇവരുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഈ ഒരു പ്രദേശത്ത് ഇവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ പ്രത്യേക കരുതലാണ്. मेरा नाम मन्नू कुमार है। मेरे पिताजी हैं बिशन लाल जी, इनका नाम है, और मेरे ब्रदर हैं मुनीश लाल। तो हम एक ही फैमिली है इधर नौशहरा में। तो हम क्रिश्चियन फैमिली से बिलोंग करते हैं। हमारे बाकी जो बाकी रिश्तेदार हैं वो पूंछ में रहते हैं, तो उन्हीं लोगों में से हम यहाँ पर हैं। तो हमें 20-25 साल हो गए हमें यहाँ नौशहरा में, और हम क्रिश्चियन बने हुए भी, और हम विश्वास में हैं खुदावंद के। जो भी हमें जब से हमने बाइबल पढ़ना शुरू किया या खुदावंद से हमने जो भी मांगा वो उन्होंने दिया है, तो हमें विश्वास है उन पे। और बाकी फैमिली में ठीक है, सब बच्चे हमारे पढ़ रहे हैं अभी, जो भी है। अभी एक ही फैमिली है यहाँ पे, हमें बहुत सारी चीज़ें ऐसे फेस करनी पड़ती हैं। जैसे हमारे मज़हब को लेकर किसी को बताना पड़ता है हमें कि क्रिश्चियन क्या चीज़ है, तो वो फिर मतलब हमें ज़्यादा स्टडी करनी पड़ती है। उसमें हमारे फादर लोग, सिस्टर लोग हमारी बहुत मदद करते हैं। वो हमें समझाते हैं कैसे बात करनी है, कैसे। तो उस चीज़ से बहुत फ़र्क पड़ता है, मतलब लोगों को बताने में हमें बहुत फ़र्क पड़ता है। पहला एक ऐसा वक्त था यहाँ पर, मतलब किसी को पता ही नहीं था क्रिश्चियन चीज़ क्या होती है, मतलब वो कौन सा मज़हब है, ऐसे कोई नहीं जानता था। तो आज के टाइम में सबको पता है कि क्रिश्चियन मज़हब कैसा है, और प्रभु यीशु का कैसे, उनका मज़हब कैसे चला और उनका सिस्टम कैसे चला। तो आज सब लोग जानते हैं उस चीज़ के बारे में। तो हमें बहुत खुशी है कि हमारे यहाँ एक फैमिली है, और एक फैमिली की वजह से मतलब हम सबको बता सकते हैं, अपने खुद से बताते हैं हम। तो ये खुशी की बात है। तो आगे भी ऊपर वाले से हम प्रार्थना करते हैं प्रभु यीशु से कि और बढ़ेगा यहाँ पर कलीसिया हमारा। तो जहाँ जहाँ भी हमारे क्रिश्चियन लोग हैं, सबको खुदावंद ताकत दे और सबको अच्छे आगे बढ़ने की ताकत दे, ताकि हमारे लोग अच्छे पढ़ लिख कर अच्छी पोस्टों पे जाएं, और जो नीचे गरीब लोग हैं उनको ऊपर उठाने की कोशिश करें। പൂഞ്ചിൽ നിന്നും 25 വർഷം മുൻപ് ഇവിടെ എത്തിച്ചേർന്ന ഇവർ അക്രൈസ്തവർക്കിടയിൽ ക്രിസ്തുവിന് സാക്ഷ്യമായി നിലനിൽക്കുന്നു. ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്ത്യാനിയെക്കുറിച്ചും ഇവിടുത്തുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ഈ കുടുംബം അഭിമാനിക്കുന്നു.